നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ പുകയുക തന്നെയാണ്. ലെബനനിൽ കൊടും മഴ, അതിനൊപ്പം തന്നെ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘത്തിന്റെ തീമഴ പെയ്യിക്കലും മിസൈൽ തീമഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ 340-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് പ്രയോഗിച്ചത്. ഇതിൽ 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടെല്ലവീവിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഗാസയിലുടനീളം കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 1,00,000 ആളുകൾ മലിനജലത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് എന്നാണ് റിപ്പോർട്ട്. തണുത്ത താപനില ആയിരക്കണക്കിന് പോഷകാഹാരക്കുറവുള്ള ആളുകളെ ബാധിക്കുന്നുണ്ട് എന്ന് UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയും വ്യക്തമാക്കി. മധ്യ ബെയ്റൂത്തിൽ ജനസാന്ദ്രതയേറിയ ബസ്ത പ്രദേശത്ത് ഇസ്രയേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. പാർപ്പിട കെട്ടിടത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള ഇന്നലെ നടത്തിയ ആക്രമണത്തിന് പകരമായാണ് ഇന്ന് ഇസ്രയേൽ ബെയ്റൂത്തിലേക്ക് തീമഴ പെയ്യിക്കുന്നത്. ലെബനനിൽ ഉടനീളം ഇസ്രയേൽ വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ദാഹിയിലുള്ള 12 ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകൾ ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ചതായി IDF അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് യൂണിറ്റ്, മിസൈൽ യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനനിൽ പ്രവർത്തിക്കുന്ന IDF സൈനികർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഈ കമാൻഡ് സെന്ററുകൾ ഉപയോഗിച്ചിരുന്നതായി IDF അറിയിച്ചു. ഇസ്രയേലിന്റെ മധ്യ വടക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ പകരമായാണ് ഇസ്രയേൽ വ്യോമാക്രമണം കടുപ്പിച്ചത് എന്ന് പറയുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 350-ലേറെ റോക്കറ്റുകളാണ് ഇന്നലെ ഹിസ്ബുള്ള വിക്ഷേപിച്ചത്. ഭൂരിഭാഗവും ഇസ്രയേൽ തകർത്തെറിഞ്ഞു. ഹൈഫയ്ക്ക് സമീപമുള്ള മിലിറ്ററി ബേസിനും അഷോദ് നാവിക താവളത്തിനും നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. തലസ്ഥാനമായ ടെല്ലവീവ്, തെക്കൻ ഇസ്രയേലിലെ അഷ്ദോദ് നാവികത്താവളം എന്നിവിടങ്ങളിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. ടെല്ലവീവിലെ സൈനിക ലക്ഷ്യത്തിനു നേർക്ക് ഉയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ താവളത്തിനു നേർക്കും ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തര ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിട്ടുള്ളത്. 63 പേർക്ക് ഈ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായിട്ടുമുണ്ട്. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫും കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇതേസമയം ശനിയാഴ്ച ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിനും ലെബനനും ഇടയിൽ വെടിനിർത്തൽ കരാർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഇസ്രയേലിന്റെ കനത്ത ആക്രമണം ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് അറിവ്. ബെയ്റൂട്ടിലെ ദാഹിയിലുള്ള 12 ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകൾ ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ചതായി IDF അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് യൂണിറ്റ്, മിസൈൽ യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളും ആക്രമിച്ചു. തെക്കൻ ലെബനനിൽ പ്രവർത്തിക്കുന്ന IDF സൈനികർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഈ കമാൻഡ് സെന്ററുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് IDF പറയുന്നത്. പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ ഇസ്രയേൽ സൈന്യം നിർബന്ധിച്ച് ഒഴിപ്പിച്ചിട്ടുണ്ട്. ലെബനനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 3000-ലധികം പേർ കൊല്ലപ്പെട്ടു. 1 ദശലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും ലെബനൻ വെടിനിർത്തൽ വാഗ്ദാനം തത്വത്തിൽ അംഗീകരിക്കുന്നതായി ഇസ്രയേൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല കൂടിയാലോചനകൾ നടത്തി. പകൽ മുഴുവൻ ലെബനനിൽ നിന്നുള്ള റോക്കറ്റ് തിരമാലകളാൽ ഇസ്രയേൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള സൈറ്റുകളിൽ വ്യോമസേന ആവർത്തിച്ച് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കൂടിക്കാഴ്ച നടക്കുന്നത്. ഭീകരസംഘം വെടിനിർത്തൽ സന്ദേശം അവലോകനം ചെയ്യുന്നുണ്ട് എന്നും നിർദ്ദേശത്തിൽ 3 ഘട്ടങ്ങൾ ഉൾപ്പെടുമെന്നുമാണ് പറയുന്നത്. സന്ധിയെ തുടർന്ന് ഹിസ്ബുള്ള ലിറ്റാനി നദിക്ക് വടക്കുഭാഗത്തേക്ക് സൈന്യത്തെ മാറ്റിയിട്ടുണ്ട്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിന്മാറുകയും ചെയ്തു. തർക്കമുള്ള അതിർത്തി പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള ഇസ്രയേൽ ലെബനീസ് ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രയേൽ നിബന്ധനകൾ വെടിനിർത്തൽ നിരീക്ഷിക്കാൻ US-ന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര ബോഡിയെ ചുമതലപ്പെടുത്തണം എന്ന് പറയുന്നു. ഹിസ്ബുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചാൽ സൈനികമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇസ്രയേലിനുണ്ട് എന്നും മുൻകൂട്ടി ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ ചർച്ചകളിൽ അന്തിമ തീരുമാനമാകുന്നതിനു മുമ്പ് നെതന്യാഹു തന്റെ കരാറിനെ കുറിച്ച് ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി ഒത്തുതീർപ്പാകുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലിന് പ്രയോജനകരമാണെന്ന് അവതരിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കണം എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം.
കരാർ അന്തിമമായതിനു ശേഷം ലെബനൻ, സിറിയ എന്നിവയുമായുള്ള അതിർത്തികളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്രയേലിന് ഉണ്ടായിരിക്കും. ഏതാനും മുതിർന്ന മന്ത്രിമാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് കൂടിയാലോചന നടത്തുന്നത്. കരാർ അന്തിമമായതിനു ശേഷം ലെബനൻ, സിറിയ എന്നിവയുടെ അതിർത്തികളിൽ പ്രവർത്തിക്കാൻ ഇസ്രയേൽ സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന് പറയുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.